ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പിന്തുണയും സഹായവുമാണ് പാകിസ്ഥാന്റെ നീക്കത്തിന് കാരണമെന്ന് വിലയിരുത്തൽ. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ ധൈര്യത്തിന് പിന്നിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രധാനമായും ചൈനയും ബംഗ്ലാദേശ് അടക്കം ഇന്ത്യക്കെതിരെ നീങ്ങുന്നതായ വാർത്തകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും രാജ്യരക്ഷാ മന്ത്രിയുടെയും തുറന്നടിച്ചുള്ള പ്രസ്താവനകൾ ഇതിന് തെളിവുമാണ്. ഇതിനു പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മലക്കം മറിഞ്ഞുള്ള പ്രസ്താവനയും സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ശത്രു രാജ്യങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവുമാണ്. കാശ്മീരിന്റെ അടുത്ത കാലത്തുണ്ടായ വികസനവും തൊഴിൽ സാധ്യതയും സാമ്പത്തിക നേട്ടങ്ങളും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളുടെ ഒഴുക്കും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി. ക്രമേണ കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്ന നിലപാട് ഭയന്നാണ് ഭീകരരെ വെച്ച് ഈ കൃത്യം നടത്തിയെന്ന് വേണം വിശ്വസിക്കാൻ. പാകിസ്ഥാൻ വർഷങ്ങളായി നടത്തി വന്നിരുന്ന സ്ഥിരം ശൈലി തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലും ആവർത്തിച്ചിട്ടുള്ളത്. നിരപരാധികളായ ടൂറിസ്റ്റുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം കാശ്മീർ ജനതയുടെ വലിയൊരു വിഭാഗം പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് വേണം കാണാൻ. കാശ്മീർ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായി വ്യാപക ആക്രമണം ഇപ്പോൾ നടത്തി വരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യം അതിന് തിരിച്ചടി നൽകുന്നതായി വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തുന്നുണ്ടെന്നും സുരക്ഷാ അധികൃതർ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പൂർ ജില്ലയിലെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ലഷ്കർ തോയ്ബയുടെ കമാൻഡർ അൽതാഫ് ലല്ലിയെ വധിച്ചത്. ബന്ദിപ്പൂർ കോൾ നാർ അജാസ് പ്രദേശങ്ങളിൽ ഒളിസങ്കേതത്തിൽ വെച്ചായിരുന്നു 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭാഗത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആസിഫ്, ഫുജി സുലൈമാൻ ഷാ, അബു തൈഹ എന്നിവരുടെ രേഖാചിത്രങ്ങൾ സേന പുറത്തുവിട്ടിരുന്നു. ഭീകരരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരരുടെ ജമ്മു കാശ്മീരിലെ വീടുകൾ ബോംബ് വെച്ച് തകർത്തു. ഇത്തരത്തിലൊരു നടപടി ഇതാദ്യമായാണെന്ന് വേണം കരുതാൻ. ഭീകരരെ വീട്ടിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ മാറ്റിയ ശേഷമാണ് വ്യാഴാഴ്ച രാത്രി വസതി തകർത്തത്. പാക് ഭീകരരുടെ ക്യാമ്പുകളിലുള്ളവർ ജീവനും കൊണ്ട് പലായനം ചെയ്തതായാണ് അറിയുന്നത്. പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കരുതുന്ന പാക് പൗരനായ ഹാഷിം മൂസ, സഹായി അൽ തൈഹ എന്നിവർക്കായി വ്യാപക തിരച്ചിൽ തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ എത്തിയ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കൂടിക്കാഴ്ച നടത്തി. കരസേനയുടെ നോർത്തേൺ കമാൻഡ് ആസ്ഥാനത്ത് ലഫ്റ്റനന്റ് ജനറൽ MV സുജീത് രഘറുമായി സുരക്ഷാ സംവിധാനം അവലോകനം ചെയ്തു. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അബദ്ധത്തിൽ കടന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ BSF ബഡാൻ പർണാം കുമാർ ഷായെ വിട്ടയക്കാൻ പാകിസ്ഥാൻ ഇനിയും തയ്യാറായിട്ടില്ല. ഭീകരരുടെ ആക്രമണത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യക്കുണ്ടായ പിന്തുണയും ഇന്ത്യൻ ജനതയുടെ ഒറ്റക്കെട്ടായ എതിർപ്പും കേന്ദ്ര സർക്കാരിന്റെ പെട്ടെന്നുണ്ടായ പ്രതിരോധ നടപടികളും പാകിസ്ഥാനെ അമ്പരപ്പിച്ചു. എങ്കിലും ഒരു യുദ്ധസന്നാഹം സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്താനാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് എതിർപ്പുകളെല്ലാം തകർക്കുകയും മറുപടിയാണ് ഇന്ത്യൻ സർക്കാരിൽ നിന്നുണ്ടായത്. ഇതെല്ലാമാണ് പാകിസ്ഥാനെ അമ്പരപ്പിച്ചത്. മാത്രമല്ല പാകിസ്ഥാൻ ജനതയിൽ നിന്ന് പോലും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. കാശ്മീരിലെ ഭീകരാക്രമണത്തിന് കടുത്ത ഭാഷയിൽ അപലപിച്ച് UN രക്ഷാസമിതി. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച് UN രക്ഷാസമിതി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പറയുന്നത്. സുരക്ഷാ സമിതി കാശ്മീർ വിഷയം ഉന്നയിച്ചതും അപ്പോൾ തന്നെ ഭീകരപ്രവർത്തനങ്ങൾ എവിടെ സംഭവിച്ചാലും അതിന് ഒരു ന്യായീകരണവും ഇല്ലെന്നും സമിതി വ്യക്തമാക്കി. കാശ്മീർ ഭീകരാക്രമണങ്ങൾ നടത്തിയ കുറ്റവാളികളെ കണ്ടെത്താൻ എല്ലാ രാജ്യങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും UN രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ അഭ്യർത്ഥിച്ചു. പഹൽഗാം ഭീകരാക്രമണം നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വഷളായ സാഹചര്യത്തിൽ
നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ ഇന്ത്യക്ക് കിട്ടുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ തന്ത്രപരമായി അടവ് മാറ്റുന്നത്. സിന്ധു നദീതര കരാറിൽ നിന്നും പിന്മാറുമെന്നുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വെള്ളത്തിൻ്റെ പേരിൽ യുദ്ധത്തിന് പോലും പാകിസ്ഥാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രസ്താവന ഇറക്കേണ്ടി വന്നത് സിന്ധു നദീജല കരാർ തൽക്കാലം നിർത്തിവെക്കാനും സിംല കരാർ ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വ്യാപാരങ്ങളും കരാറുകളും ഇന്ത്യയുമായുള്ള മർമ്മപ്രധാനമായ എല്ലാ സഹായ സഹകരണങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യ തയ്യാറായതിൽ ഭയന്നാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു അടവ് പയറ്റുന്നത് എന്ന് വേണം കരുതാൻ. മനോജ് അബ്രഹാമിന് DGP ആയി സ്ഥാനക്കയറ്റം. ADGP മനോജ് അബ്രഹാമിന് DGP ആയി സ്ഥാനക്കയറ്റം. DGP ആയെങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായി നിയമനം നൽകും. നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് മനോജ് അബ്രഹാം. 1994 ബാച്ച് IPS ഓഫീസറായ അദ്ദേഹം നിലവിൽ വിജിലൻസ് ഡയറക്ടറാണ്. ഫയർഫോഴ്സ് ഡയറക്ടർ വിരമിക്കുന്ന ഒഴിവിലാണ് മനോജ് അബ്രഹാമിന് സ്ഥാനക്കയറ്റം നൽകുന്നത്.